എക്സസൈസ് 2.2ലുള്ള ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എല്ലാവരും രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള വീഡിയോ നമ്പർ പ്രകാരം കൃത്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പ്രോബ്ലംസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുള്ള ആദ്യത്തെ ചോദ്യം നോക്കാം. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഒരു പുതിയ ലെറ്റർ കാണുന്നുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. എക്സ് മാത്രമല്ല എ കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ഈ എക്സ്പ്രഷനകത്ത് ട്രിഗണോമെട്രി ഇല്ല എങ്കിൽ നമ്മൾ ട്രിഗണോമെട്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷനിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിന് പുതിയൊരു ട്രിഗണോമെട്രിക് വാല്യൂ കൊടുക്കണം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഈ എയെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആ എക്സ്പ്രഷന് മാച്ച് ആവുന്ന ട്രിഗണോമെട്രിക് ഫോർമുല അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി നോക്കി നമ്മളതിൻ്റെ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണ് അതിന് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കണം. അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പല കുട്ടികൾക്കും സംശയം. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ അല്ലെങ്കിൽ ടാൻ തീറ്റയാണോ സീക്ക് തീറ്റയാണോ എന്ന് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദിസ് ഈസ് സിമിലർ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഈ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണിത്. നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അതുപോലെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ 1ന് പകരം ഇവിടെ എ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാനിവിടെ എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് ഇപ്പം എ സ്ക്വയറിന് പകരം 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? സൈൻ തീറ്റ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തത് എക്സിന് എ സൈൻ തീറ്റ എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന് എ കോസ് തീറ്റ എന്ന് കൊടുത്താലും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ എക്സ്പ്രഷനുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന എക്സ്പ്രഷൻ വരുമ്പോഴാണ് നമ്മളതിന് കണക്കായ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സൈൻ തീറ്റ എ ഉള്ളതുകൊണ്ട് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ എ കോസ് തീറ്റ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ എക്സ്പ്രഷൻ ഒന്ന് എടുക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഞാൻ എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ട് എ സൈൻ തീറ്റ എന്ന് സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇതിനുള്ളിൽ എ സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ എ സ്ക്വയറിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ എഴുതുന്നു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ആ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. വീണ്ടും റൂട്ട് എടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്ററിൽ എ സൈൻ തീറ്റ തന്നെ, ഡിനോമിനേറ്ററിൽ എ സ്ക്വയറിൻ്റെ റൂട്ട് എ, കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്താണ്? കോസ് തീറ്റ. എയും എയും ക്യാൻസൽ ആവുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്?
ടാൻ തീറ്റ. ദർഫോർ ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കോമ്പോസിഷനായിട്ട് വരുമ്പോൾ ന്യൂട്രൽ ആവുന്നു. ദർഫോർ വി ഗോട്ട് തീറ്റ ഓൺലി. ഇനി തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ എങ്ങനെ എഴുതാൻ നോക്കാം. എക്സിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എ സൈൻ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ സൈൻ തീറ്റ എന്തായിരിക്കും? x/a ആയിരിക്കും. നോക്കാം, എക്സിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സിന് എ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ എങ്ങനെ വരും? x/a എന്ന് വരും. തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് x/a എന്ന് എഴുതാം. അപ്പോൾ അത് തീറ്റയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, പുതിയൊരു ലെറ്റർ വരുമ്പോൾ എക്സ് അല്ലാത്ത പുതിയൊരു ലെറ്ററും കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം മറ്റൊരു ടൈപ്പ് ചോദ്യമാണ്. നമ്മൾ സിംപ്ലിഫിക്കേഷനാണ് ഇപ്പോൾ കണ്ട ചോദ്യം. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. ഇഫ് ടാൻ ഇൻവേഴ്സ് x - 1/x - 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x + 1/x + 2 = π/4 ഫൈൻഡ് ദി വാല്യൂ ഓഫ് x. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ട്രിഗണോമെട്രിക് ഇക്വേഷനാണ് അല്ലേ? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കും നോക്കാം. ചോദ്യം ശ്രദ്ധിക്കാം. നമുക്കതിൻ്റെ ഇക്വേഷൻ മുഴുവനായിട്ട് എടുക്കാം. ഇത് പ്രൂവ് ചെയ്യാനല്ല ചോദ്യം, ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ മുഴുവനായിട്ടും എടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് x - 1/x - 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x + 1/x + 2 = π/4 മുഴുവനായിട്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റും റൈറ്റും എടുക്കുന്നു. ഇറ്റ് ഈസ് ഗിവൺ ഇക്വേഷനാണ്. ഇനി നമുക്ക് ഈ ടാൻ ഇൻവേഴ്സ് സം വാല്യൂ പ്ലസ് ടാൻ ഇൻവേഴ്സ് അനദർ വാല്യൂ അല്ലേ? നമുക്കൊരു ഫോർമുല ഉണ്ട്. ഏതാ ഫോർമുല? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. നമ്മുടെ കയ്യിലുള്ള ഫോർമുലയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy. ഇനി ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ദർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു, ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ടാൻ ഇൻവേഴ്സ് x - 1/x - 2. അതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത് അല്ലേ? x - 1/x - 2 പ്ലസ് x + y. y എന്ന് പറയുന്നത് x + 1/x + 2 ഡിവൈഡഡ് ബൈ 1 - x - 1/x - 2 ഇൻറ്റു x + 1/x + 2. ഇതാണ് ലെഫ്റ്റ് സൈഡ് കിട്ടുന്നത് അല്ലേ? ഈക്വൽ ടു π/4. ഇനി നമുക്കതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് x + 1/x - 2 x - 1/x - 2 പ്ലസ് x + 1/x - 2 കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുക്കാം. x - 2 ഇൻറ്റു x + 2 ദാറ്റ് ഈസ് x² - 4. a + b into a minus b, a square minus b square. Therefore, x minus 2 into x plus 2, x square minus 4. ഇനി x minus 1 into x plus 2 plus x minus 2 into x plus 1. അത് ന്യൂമറേറ്റർ മാത്രമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഓൾ ഡിവൈഡഡ് ബൈ, അതേപോലെ ഡിനോമിനേറ്ററിലും x minus 2 into x plus 2 ഡിനോമിനേറ്റർ ആയിട്ട് എടുത്താൽ x minus 2 into x plus 2 is x square minus 4. അപ്പോൾ 1 into x square minus 4 it is x square minus 4 minus x minus 1 into x plus 1 that is x square minus 1 minus of x square minus 1 divided by x square minus 4. ഇങ്ങനെ നമുക്ക് എഴുതാം ഈക്വൽ ടു π/4. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ടാൻ ഇൻവേഴ്സ്, ലെഫ്റ്റ് സൈഡിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ്
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 divided by x square minus 4 minus x square minus of minus plus 1 ഇങ്ങനെയായിട്ട് വരും. എങ്ങനെ സിംപ്ലിഫൈഡ് ആണെന്ന് നോക്കാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ കട്ടായി പോകും അല്ലേ. ബാക്കിയുള്ളത് ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് എക്സ് മൈനസ് 2, പിന്നെ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ കിട്ടുന്ന ടേംസ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. അവിടെ ഡിനോമിനേറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കട്ടായി പോകും. റൈറ്റിൽ π/4 ഉണ്ടേ, അത് എഴുതാൻ മറന്നു പോകരുത്. പിന്നെ ന്യൂമറേറ്ററിലോ പ്ലസ് എക്സും മൈനസ് എക്സും കട്ടാവും അല്ലേ. എക്സ് സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഈക്വൽ ടു വേണ്ട, ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ -2 ഈസ് -4 ഡിവൈഡഡ് ബൈ -4 + 1 ദാറ്റ് ഈസ് -3 ഈക്വൽ ടു π/4. ഇനി ഈ ടാൻ ഇൻവേഴ്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ടാൻ എന്നാവും അല്ലേ, ടാൻ π/4 എന്നാവും. ദാറ്റ് ഈസ് 2x സ്ക്വയർ -4 ബൈ -3 എന്തായിരിക്കും അപ്പോൾ. ടാൻ ഇൻവേഴ്സ് 2x സ്ക്വയർ -4 ബൈ -3 π/4 ആണെങ്കിൽ ടാൻ π/4ൻ്റെ വാല്യൂ 2x സ്ക്വയർ -4 ബൈ -3 ആയിരിക്കും. നമുക്കതിനെ ടാൻ π/4 എന്ന് എഴുതാം. നമുക്കറിയാം ടാൻ π/4ൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. 2x സ്ക്വയർ -4 ബൈ -3 അല്ലേ, -3 ഈക്വൽ ടു ടാൻ π/4ൻ്റെ വാല്യൂ 1 ആണ്. ഇനി അതിനെ ഒരു ഇക്വേഷനാക്കി മാറ്റാം. 2x സ്ക്വയർ -4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടും. 2x സ്ക്വയർ -1 ഈക്വൽ ടു 0. Therefore 2x സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. x സ്ക്വയർ ഈക്വൽ ടു 1/2 then x is equal to ±1 റൂട്ട് എടുക്കാം, √2. Therefore x equal to ±1/√2. ഇങ്ങനെ ഇത് സോൾവ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഇക്വേഷൻ നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നു. അതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. നന്നായിട്ട് എഴുതി പഠിക്കണം. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനിലാണ് നമുക്ക് പലപ്പോഴും തെറ്റ് വരാനുള്ള സാധ്യത. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ചെയ്തു വെച്ച ചോദ്യത്തിൻ്റെ അതേപോലുള്ളൊരു ചോദ്യമാണ് അടുത്തത്. ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു π/4 നമുക്ക് സോൾവ് ചെയ്യാൻ തന്ന ഇക്വേഷനാണ്. സോൾവ് ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു π/4. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഇക്വേഷൻ എടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു π/4. നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഫോർമുല അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x പ്ലസ് y ബൈ 1 - xy. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് x പ്ലസ് y ദാറ്റ് ഈസ് 2x പ്ലസ് 3x ഡിവൈഡഡ് ബൈ 1 - 2x ഇൻറ്റു 3x എന്ന് കൊടുക്കാം ഈക്വൽ ടു π/4. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് 3x എന്ന് പറയുമ്പോൾ എത്രയാ, 5x ഡിവൈഡ് ബൈ 1 - 2x ഇൻറ്റു 3x ദാറ്റ് ഈസ് 6x സ്ക്വയർ എന്ന് കൊടുക്കാം ഇസ് ഈക്വൽ ടു π/4. ഇനി ഇതിനെ നമുക്ക് ഇൻവേഴ്സ് മാറ്റുമ്പോൾ 5x ബൈ 1 - 6x സ്ക്വയർ ഈക്വൽ ടു ടാൻ π/4 എന്ന് എഴുതാം. വാല്യൂ എത്രയാണ്, 1 ആണ്. Therefore 5x ഈക്വൽ ടു 1 ഇൻറ്റു 1 - 6x സ്ക്വയർ ദാറ്റ് ഈസ് 1 - 6x സ്ക്വയർ. ഇനി ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റുമ്പോൾ 6x സ്ക്വയർ പ്ലസ് 5x - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 6x സ്ക്വയർ പ്ലസ് 5x - 1 ഈക്വൽ ടു 0നെ നമ്മളത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അത് എക്സിന് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ ഹിയർ x ഈക്വൽ ടു
മൈനസ് ബി നമുക്ക് ഫോർമുല ഉപയോഗിക്കാം, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 25 minus 4ac 4 into 6 into minus 1 therefore plus 24 divided by 2a it is 12 it is equal to minus 5 plus or minus root 49 divided by 12 it is equal to minus 5 plus or minus 7 by 12. Simplify ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസ്, ഒന്ന് -1 minus 12 by 12 -1, രണ്ടാമത്തെ വാല്യൂ 2 by 12 that is 1 by 6. ഈ രണ്ട് വാല്യൂവിൽ ആദ്യത്തേത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവും റൈറ്റിൽ ഓൾറെഡി പോസിറ്റീവ് π/4 ആണ്. അപ്പം -1 ഈസ് നോട്ട് അഡ്മിസിബിൾ. -1 നമുക്ക് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കാൻ പറ്റുന്നത് 1/6 ആണ്. ദർഫോർ വി ടേക്ക് ദി വാല്യൂ ഓഫ് എക്സ് ആസ് 1/6. അപ്പോൾ ഇവിടെ നമ്മൾ -1 does not satisfy the equation. അതവിടെ പറയണം, x equal to -1 does not or doesn't satisfy the equation. Doesn't satisfy the equation. Therefore x equal to നമ്മൾ രണ്ടാമത്തെ വാല്യൂ എടുക്കുന്നു 1/6. ഇതാണ് സൊല്യൂഷൻ കിട്ടുന്നത്. നന്നായിട്ട് എഴുതി പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം എക്സാമിന് വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സെഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ആ ഫോർമുലകൾ നന്നായിട്ട് പഠിച്ചു വെക്കുകയും വേണം. എന്നാലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85. ഇതിനകത്ത് ഇതുപോലുള്ള ഏതൊരു ചോദ്യം ചെയ്യാനുള്ളൊരു കോമണായ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് 3/5നെ ഞാനൊരു തീറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ലെറ്റ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. അതുപോലെ 5 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 8/17. ദഫോർ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ ഈക്വൽ ടു 3/5. സൈൻ 5 എന്തായിരിക്കും? 8/17. നമ്മുടെ ചോദ്യം ഇതുപോലെ നമ്മൾ തീറ്റയും 5 എടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മാറ്റാം. അതായത് തീറ്റ മൈനസ് 5 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോസ് ഇൻവേഴ്സ് 84/85 എന്നായി മാറും നമ്മുടെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദ്യം മാറുമ്പോൾ നമുക്ക് കോസ് തീറ്റ മൈനസ് 5 84/85 എന്ന് പ്രൂവ് ചെയ്താൽ മതിയാകും. Therefore to prove what? To prove cos theta minus 5 equal to 84/85. ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് കോസ് തീറ്റ മൈനസ് 5 ഈക്വൽ ടു 84/85 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കോസ് തീറ്റ മൈനസ് 5യുടെ ഫോർമുല എടുക്കുന്നു. Therefore we can take cos theta minus 5 equal to cos theta cos 5 plus sin theta sin 5. cos theta cos 5 plus sin theta sin 5. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ളത് sin theta ഈക്വൽ ടു 3/5 എന്നുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ വരക്കുക. തീറ്റ നമുക്ക് മാർക്ക് ചെയ്യാം. 3/5 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3യും അഡ്ജസൻറ്റ് ഹൈപ്പോട്ടന്യൂസ് 5 ആയിട്ട് മാറും. Therefore the adjacent side will be 4. Root of 5 square minus 3 square that is equal to 4. Therefore we can write cos theta എന്തായിരിക്കും? നമുക്ക് ഈ ഫോർമുലക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്നു. cos theta equal to 4/5. അതേപോലെ മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ വരക്കുന്നു. എക്യൂട്ട് ആംഗിൾ 1 5 എന്ന് മാർക്ക് ചെയ്യാം. സൈൻ 5 എന്താണ്? സൈൻ 5 ഈക്വൽ ടു 8/17.
നമുക്ക് കോസ് 5 കണ്ടുപിടിക്കാം. എങ്ങനെ കോസ് 5 കാണും? 8/17 sin 5 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 8ഉം ഹൈപ്പോട്ടന്യൂസ് 17 എടുക്കാം. അപ്പോൾ നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് √17² മൈനസ് 8² ദാറ്റ് ഈസ് ഈക്വൽ ടു √225 ദാറ്റ് ഈസ് 15 കിട്ടും. നമുക്കിവിടെ ഈ സൈഡ് 15 കിട്ടും. 225ഉം 64ഉം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 289 കിട്ടുന്നത്, അതായത് 17². അപ്പം നമ്മുടെ കോസ് 5യുടെ വാല്യൂ 15 ആണ്. 15/17 എടുക്കാം. 15/17 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് 5യുടെ വാല്യൂ 15/17 ആണ്. ഇനി ഈ ഫോർമുലയിൽ നമുക്ക് ഈ ആവശ്യമുള്ള വാല്യൂസ് ഒന്ന് കൊടുക്കാം. കോസ് തീറ്റ മൈനസ് 5 ഈക്വൽ ടു കോസ് തീറ്റ ഈസ് 4/5 ഇൻറ്റു കോസ് 5 ഈസ് 15/17 മൈനസ് പ്ലസ് സൈൻ തീറ്റ sin 5. സൈൻ തീറ്റ 3/5 sin 5 8/17 ദാറ്റ് ഈസ് ഈക്വൽ ടു 60/85 പ്ലസ് 24/85 total 84/85. So we got cos theta minus 5 equal to 84/85. ഇനി തീറ്റ മൈനസ് 5 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് 84/85. ഇത് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. തീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് 3/5. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ദെർഫോർ സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85. ഹെൻസ് ദി പ്രൂഫ്. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതുപോലെ വരുന്ന ഏത് ചോദ്യത്തിനും ഇതുപോലെ ആദ്യത്തെ ആംഗിൾ തീറ്റ, രണ്ടാമത്തെ ആംഗിൾ 5 എന്ന് എടുക്കാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല നമ്മൾ ഇപ്പോൾ കോസ് തീറ്റ മൈനസ് 5 സെലക്ട് ചെയ്ത പോലെ ഏതാണ് നമുക്ക് ആ ഫോർമുല ആവശ്യമുള്ളതെന്ന് നമ്മുടെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഏതൊരു ചോദ്യത്തിനും ഈ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് വേറെയും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് 3/5നെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റുക. അതുപോലെ സൈൻ ഇൻവേഴ്സ് 8/17നെയും ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയാൽ രണ്ടും ടാനിലേക്ക് മാറും. ഇതും വേണമെങ്കിൽ നമുക്ക് ടാനിലേക്ക് മാറ്റിയിട്ട് പ്രൂവ് ചെയ്യാം. ടാനിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം. ടാൻ ഇൻവേഴ്സിൻ്റെ 2 ഫോർമുല ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കോമണായ മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് പ്രൂവ് ദാറ്റ് 2 സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 24/7. ഈ ചോദ്യത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ രീതി മാത്രമല്ല, ഇഷ്ടംപോലെ മെത്തേഡ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കൺസെപ്റ്റ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മാത്തമാറ്റിക്കലി സ്റ്റെപ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതിലൊരു സൈൻ ഇൻവേഴ്സ് 3/5 ലെഫ്റ്റ് സൈഡിലുണ്ട് അല്ലേ. ഇതിനെ ഞാൻ ടാൻ ഇൻവേഴ്സ് ആക്കി മാറ്റാൻ പോവാണ്. എങ്ങനെയാണ് മാറ്റുന്നത് ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് 3/5നെ നമുക്കൊരു തീറ്റ എന്ന് വിളിക്കാം. ദഫോർ ലെറ്റ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 3/5 എന്ന് എഴുതാം. നേരത്തെ നമ്മൾ ട്രയാങ്കിൾ വരച്ചത് നോക്കിയതുപോലെ ഇവിടെ തീറ്റ നമ്മൾ മാർക്ക് ചെയ്യുന്നു. റൈറ്റ് ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ് 3, ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കോസ് തീറ്റ എഴുതാം, ടാൻ തീറ്റ എഴുതാം. ഞാൻ ടാനിലേക്ക് മാറ്റുന്നതുകൊണ്ട് കോസ് തീറ്റയുടെ ആവശ്യമില്ല. നമുക്കിവിടെ ടാൻ എഴുതാം. ടാൻ തീറ്റ എന്തായിരിക്കും വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് 3/4. അപ്പോൾ തീറ്റേനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്ത് വീണ്ടും ടാനിലേക്ക് മാറ്റണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് LHS എടുക്കുന്നു. LHS ഈക്വൽ ടു 2. നമുക്ക് തന്നിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് 3/5 ആയിരുന്നു. നമ്മളതിനെ സൈൻ ഇൻവേഴ്സ് 3/5നെ
ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയപ്പോൾ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എങ്ങനെ മാറ്റാം, തീറ്റയല്ലേ അത് അല്ലേ, മാറ്റി 3/4 എന്നാക്കുന്നു. ടാൻ ഇൻവേഴ്സ് 3/4 എന്നാക്കുന്നു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്, നമുക്ക് ലെഫ്റ്റിൽ റൈറ്റിൽ എന്താ കിട്ടേണ്ടത് നോക്കിയേ, ടാൻ ഇൻവേഴ്സ് എന്നല്ലേ കിട്ടണ്ടേ. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. ടാൻ ഇൻവേഴ്സ് എന്താണ്, 2x/1 മൈനസ് എക്സ് സ്ക്വയർ എന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ പ്രോപ്പർട്ടീസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവസാനത്തെ 2 സെക്ഷൻ. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അതുമാത്രമല്ല ഇതിന് മുമ്പിലുള്ളതും നമുക്ക് ചോദ്യത്തിൽ പല ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും, പഠിച്ചു വെക്കണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവസാനത്തെ 2 ഗ്രൂപ്പ്. അതിൽ പെടുന്ന ഒരു ഫോർമുലയാണിത്. ഇവിടെ ലെഫ്റ്റിലുള്ളതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളതിന് ഇതുപോലെ എക്സിന് പകരം 3/4 കൊടുത്ത് ഇതുപോലെയാക്കി മാറ്റുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 3/4 ആണല്ലേ. എക്സ് 3/4 ആകുമ്പം ടാൻ ഇൻവേഴ്സ് 2 ഇൻറ്റു 3/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, 3/4 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 2 കട്ട് ചെയ്യുമ്പോൾ 3/2 വരും. ഡിനോമിനേറ്ററിൽ 1 മൈനസ് 9/16. സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 3/2 ഡിവൈഡഡ് ബൈ 16 മൈനസ് 9 ഈസ് 7/16. ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 3/2 ഇൻറ്റു 16/7. അപ്പോൾ 2 16 കട്ട് ചെയ്ത് 8 ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 24/7. ഇതല്ലേ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടേണ്ടത്. ചോദ്യം ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് 24/7. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കാം. വേറെയും മെത്തേഡ്സ് ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് മാത്സിലേക്ക് കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കും. ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, പലതരത്തിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു ചോദ്യം ഇനി നോക്കാം. നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ. അതിൽ മറ്റൊരു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു ചോദ്യമാണിത്. ഇഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. ഇവിടെയും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മുഴുവനായിട്ടും എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ നമ്മൾ എഴുതുന്നു സൈൻ ഓഫ് ബ്രാക്കറ്റിൽ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഈ സൈൻ ഓഫ് ദിസ് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്, അതായത് ബ്രാക്കറ്റിനകത്തുള്ളത് ഏതിനോട് ഈക്വൽ ആയിരിക്കും, സൈൻ ഇൻവേഴ്സ് 1നോട് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എത്രയാണ്, π/2 അല്ലേ, π/2 ആണ് വാല്യൂ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം, സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം, നമ്മുടെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് π/2 എന്നാണ് അല്ലേ, π/2 എന്നാണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, ഇവിടെ നമുക്ക് എക്സിന് പകരം എന്താണുള്ളത് 1/5. അപ്പോൾ ഇവിടെയും 1/5 ആണെങ്കിലല്ലേ നമുക്ക് സം എടുക്കുമ്പോൾ π/2 കിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ പറയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/5. അതായത് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/5 എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/5. കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/5. therefore എക്സ് ഇസ് ഈക്വൽ ടു 1/5. ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ ഒരു പുതിയ പ്രോപ്പർട്ടി, അതായത് നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാത്തൊരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് പറയുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട്സ് നന്നായിട്ട് തറവാക്കി വെക്കണം. എന്നാലേ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ
കൊടുക്കാൻ സാധിക്കുള്ളൂ. അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് വരണമെന്ന്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സും സൈനും അതിൻ്റെ ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സും കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് വരുമ്പോൾ ഈ വാല്യൂ ഈ ആംഗിൾ തന്നെയായിരിക്കും അതിൻ്റെ വാല്യൂ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആവണമെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്തായിരിക്കണം. ഈ 2π/3 എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2π/3 എന്ന് പറയുന്ന ഈ ആംഗിൾ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് വരാത്ത വാല്യൂ ആണ്. കാരണം അത് നമുക്കറിയാം 90യേക്കാളും എബവ് ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് ഓർമ്മിക്കുക. അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് π/2 വരെ പോസിറ്റീവും നെഗറ്റീവ് π/2 വരെ നെഗറ്റീവും. അതായത് π/2 നെഗറ്റീവ് π/2 ലോവർ റേഞ്ച് വരുന്നത്. അപ്പം നെഗറ്റീവ് π/2 ടു പോസിറ്റീവ് π/2. അപ്പം നമുക്കറിയാം 2π/3 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു ആംഗിളാണ്. അപ്പോൾ അത് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരാത്ത ആംഗിളാണ്. അപ്പോൾ അതിനെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അല്ലെങ്കിൽ ഫോർത്തിൽ നെഗറ്റീവായിട്ട് വരുന്ന ഫോർത്തിലോ ഉള്ള ഒരു ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2π/3 എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2π/3 എന്ന ആംഗിളിനെ ഈ ഫസ്റ്റിലോ സെക്കൻഡിലോ ഫോർത്തിലോ ആയിട്ട് വരുന്ന രീതിയിലൊന്നതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കും നമുക്ക് നോക്കാം. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ π-π/3 എന്നുള്ള വാല്യൂ എടുക്കാം. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ ഇതിനെ നമുക്ക് π-π/3 എന്ന് എഴുതാം. 2π/3 എന്ന് പറഞ്ഞാൽ π-π/3 ആണ്. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π-π/3 എന്ന് പറയുന്നത് സൈൻ π/3യോട് ഈക്വൽ ആണ്. ബിക്കോസ് 2π/3 that is π-π/3. π/3 is in the second quadrant and we know that second quadrant sin is positive. അപ്പോൾ സൈൻ π/3ൻ്റെ അതേ വാല്യൂ തന്നെയാണ് π-π/3യുടെ സൈൻ വാല്യൂ ആയിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് π-π/3ക്ക് പകരം സൈൻ π/3 എഴുതാം. π-π/3 അപ്പോൾ സൈൻ π-π/3ക്ക് പകരം സൈൻ π/3 എന്ന് എഴുതുന്നു. വീണ്ടും നമുക്ക് ഇൻവേഴ്സിൻ്റെ ഫോർമുല കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ π/3യെ ഇൻവേഴ്സ് ഫംഗ്ഷനും അതിൻ്റെ സൈനും സൈൻ്റെ ഇൻവേഴ്സും കൂടി കോമ്പോസിഷൻ വരുമ്പോൾ ന്യൂട്രലായിട്ട് നമുക്ക് π/3 എന്ന് എഴുതാം. ഈ π/3 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് തന്നെ അത് ഏതിൽ വന്നു? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലേക്ക് വന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അറിയാതെ എഴുതിപ്പോവും അല്ല. ഇൻവേഴ്സും ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സും കോമ്പോസിഷൻ വരുമ്പോൾ നമ്മൾ ഉടനെ ഈ വാല്യൂ ആണ് എഴുതുക. പക്ഷെ അത് എപ്പോഴും ചെക്ക് ചെയ്യണം. ആ വാല്യൂ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി ഇതേപോലെ നോക്കുന്ന ചോദ്യമാണ് ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. ഇതിലും നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സിൻ്റെ ഇതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ 3π/4 വരുമ്പോൾ 3π/4 സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരാണ്? ടാൻ നെഗറ്റീവാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നെഗറ്റീവ് ടാൻ വാല്യൂ കിട്ടുന്ന ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? ഫസ്റ്റിൽ ഏതായാലും വരില്ല, ഈ ഫോർത്തിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ആംഗിൾ എങ്ങനെ എഴുതുന്നത് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആംഗിൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4 ആണ്. ഈ 3π/4നെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ടാൻ 4π - π. അതായത് 4π - π എന്ന് എഴുതുമ്പോൾ π-π/4 എന്ന് എഴുതാം. π-π/4 അതായത് π-π/4 സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. നമുക്കറിയാം ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഇല്ല. പിന്നെ നമുക്ക് ടാൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്തായാലും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള വാല്യൂ നമുക്ക് എടുക്കാനും കഴിയില്ല, ഈ വാല്യൂ എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ടാൻ ഇൻവേഴ്സ് ടാൻ നെഗറ്റീവ് π/4 എന്ന് എഴുതണം. അതായത് ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് അത് നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതി വെക്കാം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ടാൻ π - π/4 ഈസ് നെഗറ്റീവ് ടാൻ π/4 ബിക്കോസ്
പൈ മൈനസ് പൈ ബൈ 4 ഈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് നമുക്കിങ്ങനെ എഴുതാം, ടാൻ ഓഫ് നെഗറ്റീവ് പൈ ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ എന്തായി? നെഗറ്റീവ് പൈ ബൈ 4. അങ്ങനെ ആവുമ്പോൾ പൈ ബൈ 2 നെഗറ്റീവ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 വരെയുള്ള റേഞ്ചിനകത്ത് വരുന്ന വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അത് ഏത് ക്വാഡ്രൻറ്റിൽ വരും? ഫോർത്തിൽ നെഗറ്റീവ് ആംഗിളായിട്ട് വരും. അപ്പോൾ നെഗറ്റീവ് പൈ ബൈ 4 ആണ് ഇതിൻ്റെ വാല്യൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്ത് വെക്കണം. നന്നായിട്ട് മനസ്സിലാക്കി ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ കൃത്യമായ വാല്യൂവിലേക്ക് വരാൻ പറ്റും. ഓക്കെ, മറ്റുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് എഴുതി പഠിക്കണം. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഈ ഭാഗത്തെ ഏകദേശം എക്സസൈസുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ സ്വന്തമായി ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം.